മലയാള സിനിമയിലെ പ്രമുഖ നടിയാണ് നമുക്കറിയാം ഹണി റോസ്. ഹണി റോസ് ന്യൂസ് 18നോട് ഇന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അത് മലയാള സിനിമ ഏറെക്കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ടാണ്. ഹണി റോസ് പറഞ്ഞു വെക്കുന്നത് ടാലന്റിൽ മാത്രമല്ല കാര്യം, കാസ്റ്റിംഗ് കൗച്ച് എന്നത് മലയാള സിനിമയിൽ സത്യമെന്നാണ് പറയുന്നത്. അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിലും സിനിമയിലെത്തണമെങ്കിൽ കാസ്റ്റിംഗ് കൗച്ചിന് വഴങ്ങേണ്ട അവസ്ഥയാണെന്നും നടി വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ആവശ്യത്തോട് നോ പറഞ്ഞാൽ സിനിമയ്ക്ക് പുറത്തേക്ക് എന്ന സ്ഥിതിയാണ്. ഇൻഡസ്ട്രിയിലേക്ക് പുതുതായി വരുന്നവർക്കാണ് ഇതിലൂടെ പലപ്പോഴും കടന്നു പോകേണ്ടി വരുന്നത്. തനിക്ക് പല പടങ്ങളും അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഹണി റോസ് തുറന്നടിച്ചു. ഹേമ കമ്മിറ്റിക്ക് ശേഷം മലയാള സിനിമയിൽ സ്ഥിതി മാറി വരുന്നതിൽ സന്തോഷമുണ്ടെന്നും ഹണി റോസ് പറഞ്ഞു. ന്യൂസ് 18 Q18 ഹണിയുടെ പ്രതികരണം. ഹണി എന്ന് പറയുന്നത് ഇപ്പോൾ ഇനോഗ്രൽ ഫംഗ്ഷന് പോകുമ്പോൾ ഒരു ടോപ്പ് ഫിഗറാണ്, ഇതുപോലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, അപ്പോൾ യു ആർ പ്രൊട്ടക്റ്റഡ്. പക്ഷേ അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ആ പേടിക്കേണ്ടതായ ഒരു സാഹചര്യം എവിടെയില്ല, സിനിമ ഇൻഡസ്ട്രിയിലുമില്ല. അത് അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പേടിക്കേണ്ടതായ എന്ത് സാഹചര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഫിസിക്കലി വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നാലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ വളരെ വിരളമായിട്ടേ കേട്ടിട്ടുള്ളൂ, അല്ലേ? ഇൻഡസ്ട്രിയിൽ അത്രയും നമ്മൾ കേട്ടിട്ടില്ല. അതല്ലാതെ ഒന്നും നമുക്കൊരു ഫോൺ, എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്നത് ഒരു ഫോൺ കോളിലായിരിക്കും ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നേരിൽ മുമ്പിൽ നിന്നിട്ടായിരിക്കും സംസാരിക്കുന്നത്. നമുക്കതിന് മറുപടി പറയാൻ പറ്റുമല്ലോ, ഇല്ലേ? വ്യക്തമായി നമുക്ക് മറുപടി പറയാൻ പറ്റും. പിന്നെ ആ മനുഷ്യൻ ആ ഭാഗത്തേക്ക് വരില്ല. പക്ഷെ നിങ്ങൾക്ക് ആ വരുന്ന ഓപ്പർച്യൂണിറ്റി അവിടെ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഈ ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിൽ അവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ടാവും. അതായത് കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത കാര്യം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അത് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയേണ്ട ഒരു സിറ്റുവേഷൻ. നമ്മളെപ്പോഴും ഒരു പുതിയ ആളായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അപ്പോഴായിരിക്കും ഈ ചൂഷണം ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. അത് ഞാൻ കേട്ടേക്കുന്നത്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത് വെർബലിയുള്ള ഫോൺ കോളുകൾ വഴിയുള്ള സംസാരത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു. അത് നമ്മൾ അതിന് മറുപടി പറയുമ്പോൾ അതവിടെ നിൽക്കുകയും ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ആ പടത്തിലേക്ക് നമ്മളെ വിളിക്കില്ല, അവർ ആ വ്യക്തിയുടെ പടങ്ങളിലേക്ക് പിന്നെ നമ്മളെ വിളിക്കില്ല. അതൊരു റിയാലിറ്റി തന്നെയാണ്. പക്ഷെ അതിന് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിനുള്ള പ്രതികരണം കൊടുക്കാമെന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമുക്ക് അതിന് ചെയ്യാനില്ല. അപ്പം കാസ്റ്റിംഗ് കൗച്ചിന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടും ഏറ്റവും വൃത്തികെട്ട ഒരു കാര്യവും, നമ്മളൊരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലേ വർക്കുള്ളൂ എന്നുള്ളൊരു സാധനം അവിടെ വരുന്നുണ്ട്. നിങ്ങൾ അതിന് എതിർത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു വർക്കിലേക്ക് നിങ്ങളെ വിളിക്കില്ല എന്നുള്ളൊരു സാധനമുണ്ട്. അത് ഫൈറ്റ് ചെയ്യണം. ചിലപ്പം ഒരു മെയിൽ ആക്ടർ ആണെങ്കിൽ അയാൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. ധൈര്യമായിട്ട് ഒരു പടം കമ്മിറ്റ് ചെയ്യാം, കൂളായിട്ട് പോയി വർക്ക് ചെയ്യാം. അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ചൂഷണം അവർ നേരിടേണ്ടി വരില്ല. അങ്ങനെ ഒരു ഡെഫിനറ്റ്ലി ആ ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്. ഹണി റോസാണ് ഇത് തുറന്നു പറയുന്നത്. നമുക്കറിയാം കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട് നേരത്തെയും നിരവധി നടിമാർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രമുഖ നടിയായ ഹണി റോസ് തന്നെ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ അത് എത്രത്തോളം ഗൗരവമാണ് ഈ സംഭവം സിനിമാ മേഖലയിലുള്ളത് എന്നതുകൂടി ചേർത്ത് വെക്കണം. ആര്യ ആർ ദേവൻ വിവരങ്ങൾ പങ്കുവെക്കും. ആര്യ, ഇതിപ്പോൾ ഹണി റോസിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നടി തുറന്നു പറയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. കാരണം മലയാള സിനിമയിൽ ഇത്തരം ആരോപണം ആദ്യമായല്ല. സിനിമയിൽ അവസരം വേണമെങ്കിൽ പലർക്കും വഴങ്ങേണ്ടി വരുന്ന പശ്ചാത്തലമുണ്ടാകും. ഇപ്പോൾ ഇത് വെർബലിയൊക്കെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഫോൺ കൂടിയൊക്കെയുള്ള പ്രലോഭനങ്ങളാണ്. അത് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സിനിമയിൽ അവസരം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ആ ആരോപണത്തിൻ്റെ മുന വളരെ ചില ആളുകൾക്ക് നേരെ നീളുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചത് തന്നെയാണ്. ഇത് പറയുന്നത് ഹണി റോസിനെ പോലെ വളരെ പ്രമുഖയായ പ്രബലയായ മലയാള സിനിമയിലെ ഒരു സ്ത്രീ സാന്നിധ്യമാണ് എന്നുള്ളതാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം ഏറ്റുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാകാലങ്ങളായി ഈ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന അനീതികളെക്കുറിച്ചുമൊക്കെ നിരന്തരം നമ്മൾ സംസാരിക്കാറുണ്ട്. അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ചുവട് വെച്ചുകൊണ്ട് ഒരുപാട് പേർ അനീതിക്കെതിരെ വലിയ സ്വരം ഉയർത്തിക്കൊണ്ട് രംഗത്തേക്ക് വന്നതും കേസ് കൊടുക്കാനും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനും ഒക്കെ തയ്യാറായി വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊരു വലിയ ചർച്ചയായി ഇപ്പോഴും തുടരുകയാണ്. പലരും പല ഘട്ടത്തിലും വലിയ തുറന്നു പറച്ചിലുകളൊക്കെ നടത്തിയിട്ടുണ്ട്.
അതിൻ്റെയൊക്കെ ആ ഒരു തുടർന്ന് വന്ന ചർച്ചയ്ക്കൊക്കെ ഒരു തുടർച്ച എന്നമോണമാണ് ഇപ്പോൾ ഹണി റോസിൻ്റെ വാക്കുകളെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. അതിലിപ്പോൾ ഹണി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് സിനിമയിൽ ടാലൻറ്റിനല്ല പ്രാധാന്യം നൽകുന്നത് പലരും. അതായത് ഇത്തരത്തിൽ കാസ്റ്റിംഗ് കൗച്ച് മാത്രം ഉദ്ദേശമാക്കി വെച്ച പല ആളുകളും സിനിമയുടെ പിന്നാമ്പുറത്തുണ്ട്. അവർ ടാലൻറ്റിനപ്പുറം സ്ത്രീയുടെ ശരീരം മോഹിച്ചുകൊണ്ട് സിനിമയെ നോക്കിക്കാണുകയും അത്തരത്തിൽ കഴിവുകൊണ്ട് മാത്രമല്ല അവർക്കൊപ്പം അന്തി ഉറങ്ങിയാൽ മാത്രം ഒരുപക്ഷെ സിനിമയിൽ അവസരം കിട്ടുന്ന ഒരു സാഹചര്യം സിനിമയിൽ തുടർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഹണിയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത്. ഹണി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കാര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ട്, അത് സന്തോഷം നൽകുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്രയും കാലം തുടർന്ന് വന്നിരിക്കുന്ന ആ ഒരു രീതി അത് സ്ത്രീകളെ സംബന്ധിച്ച് എത്രത്തോളം ഗതികെട്ട ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് പ്രാധാന്യം. നമുക്കറിയാം ഇന്ന് വനിതാ ദിനത്തിൽ തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലാണ് ന്യൂസ് 18-മായി ഹണി റോസ് ഇക്കാര്യമൊക്കെ വെളിപ്പെടുത്തിയത്. അപ്പോൾ ഹണി റോസിനെ പോലെ ഉള്ള ഒരു താരത്തിന് പോലും സിനിമയിൽ ഇത്തരത്തിൽ നിരന്തരം ഹണി സൂചിപ്പിക്കുന്ന നേരിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഫോൺ കോളുകളിലൂടെ വെർബലി ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി മോശം ആവശ്യങ്ങളുമായി പരാമർശങ്ങളുമായി പലരും തന്നെ സമീപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ സിനിമയെ മോഹിക്കുന്ന സിനിമയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ എത്രത്തോളം ഇത് അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഹണി സൂചിപ്പിച്ച കാര്യവും അത് തന്നെയാണ്. അതായത് സിനിമയിൽ ആദ്യമായി അവസരം അന്വേഷിച്ച് എത്തുന്നവർ പുതുമുഖങ്ങൾക്കൊക്കെയാണ് കൂടുതലായും ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കൗച്ച് ഭീഷണികൾ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സിനിമയിൽ അഭിനയമോഹവുമായി വരുന്ന എത്രയോ ആളുകൾ ഒരുപക്ഷെ ചതുക്കുഴിയിൽ വീണുപോയിട്ടുള്ളവർ ഉണ്ടാകാം. അതിനപ്പുറം സിനിമ എന്ന അവരുടെ വലിയ സ്വപ്നം ഉപേക്ഷിച്ച് ഈ മേഖല തന്നെ വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ടാവാം. സിനിമയിൽ അവസരം കിട്ടാത്തത്, അതായത് കൂടെ കിടക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് മാത്രം സിനിമയിൽ അവസരം നിഷേധിക്കപ്പെടുന്ന സ്ത്രീകളുടെ അവസ്ഥ വളരെ ദാരുണമായ സംഭവമാണ്. അത്തരത്തിൽ വളരെ പ്രബലമായ ഒരു ചർച്ചയെക്കുറിച്ച് കൂടിയിട്ടാണ് ഹണി പറയുന്നത്. അതും നമുക്കറിയാം ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നു, അതിന് പിന്നാലെ പലരും കേസ് കൊടുത്തു, നിയമപരമായ രംഗത്ത് വന്നു, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് സംസാരിക്കാൻ പലരും തയ്യാറായി എങ്കിൽ പോലും അതൊക്കെ വളരെ ചെറിയൊരു സംഖ്യയായിരുന്നു. സിനിമയിലെ പല ഇപ്പോൾ ഹണിയെപ്പോലെ പ്രമുഖമായ സ്ഥാനത്തിരിക്കുന്ന പലരും ഇത്തരത്തിൽ ധൈര്യപൂർവ്വം കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് തുറന്നു പറയാൻ ഇപ്പോഴും സമ്മതിക്കാത്ത സാഹചര്യമാണ്. ഈ ഒരു വിഷയം നടക്കുന്ന സമയത്തൊക്കെ അമ്മ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാധ്യമങ്ങളെ കണ്ടതും അവിടെ നടിമാരും നടന്മാരും ഒക്കെ ഏത് തരത്തിലാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തത് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊന്നുമില്ല, സിനിമാ മേഖലയിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാം പറഞ്ഞുണ്ടാക്കുന്ന വെറും അനാവശ്യമായ വിവാദങ്ങളാണ് എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ച താരങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഹണി വേറിട്ടൊരു ശബ്ദമാകുന്നത്, അല്ലെങ്കിൽ സധൈര്യം ഇത് തുറന്നു പറയാൻ മുന്നോട്ട് വരുന്നത് എന്നുള്ളതും ആശാവഹമായ കാര്യമാണ്. പറഞ്ഞതുപോലെ മലയാള സിനിമയിലെ വളരെ പ്രമുഖരായ നടികൾക്കൊക്കെ സിനിമയിലേക്ക് കടന്നു വന്ന കാലത്തെങ്കിലും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായി കാണാം. അവരൊന്നും തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. അവിടെയാണ് ഹണിയുടെ വാക്കുകൾ പ്രാധാന്യമുണ്ടാകുന്നത്. ഇപ്പോൾ സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന, നമുക്കറിയാം മാധ്യമ ശ്രദ്ധയിലുള്ള ഒരു നടി കൂടിയാണ്, എല്ലാ താരങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു നടി കൂടിയാണ് ഹണി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. നേരത്തെയൊക്കെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്ന ഒരുപക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റുകളോ സിനിമയിൽ നിന്ന് ഔട്ടായവരോ അങ്ങനെ വലിയ പ്രസക്തി ഇല്ലാത്ത താരങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ദാ ഹണി റോസ് തന്നെ ഇങ്ങനൊരു കാര്യം തുറന്നു പറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഗൗരവം വർദ്ധിക്കുന്നത്. അതെ, തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹണി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ആവശ്യപ്പെടുന്നിടത്ത് നോ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അവസരമുണ്ടാകില്ല, അവരുടെ ആ അവസരം നഷ്ടമാവുകയാണ്. അത്തരത്തിൽ തനിക്ക് നഷ്ടമായ ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ട് എന്ന് ഹണി പറയുകയാണ്. അപ്പോൾ ഇതിപ്പോഴും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും തുറന്നു പറയാൻ, അല്ലെങ്കിൽ ആ പവർ ഗ്രൂപ്പ് എന്നാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ പ്രബലരായ ആളുകൾക്കെതിരെ സംസാരിച്ചാൽ സിനിമയിൽ അവസരം തന്നെ നഷ്ടമാകും എന്ന് ഭയമുള്ള ആളുകളാണ് ഭൂരിഭാഗവും. അതിനിടയിൽ നിന്നാണ് ഹണി റോസ് ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഹണി പറയുന്നത് നോ പറഞ്ഞാൽ അവസരം നഷ്ടമാവും, തനിക്ക് അത്തരത്തിൽ ഒരുപാട് അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ട്. പുതിയ കുട്ടികളുടെ കാര്യത്തിലാണ് ഇതിപ്പോൾ കൂടുതലായും ആശങ്കപ്പെടേണ്ട സാഹചര്യമായി നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്നാലും നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം 35ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് നിയമപരമായി പോലീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ മാത്രമാണ്. ഈ മറ്റുള്ള വെളിപ്പെടുത്തലുകളിൽ നിന്ന്, വിവാദങ്ങളിൽ നിന്ന് സ്വമേധയാ കേസെടുത്തത് 24ഓളം കേസുകളാണ് ഉള്ളത്. അപ്പോൾ അത്രത്തോളം കേസുകൾ ഉണ്ടെങ്കിൽ പോലും ഇനിയും പുറത്തു വരാത്ത
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളായി മാത്രം അവശേഷിക്കുകയും നിയമപരമായി മുന്നോട്ട് വരാൻ ധൈര്യം കാണിക്കാത്ത ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ ആളുകൾ സിനിമാ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് തുടർന്നുള്ള അവസരം നഷ്ടമാവും. അവർ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പുറത്താകും, അല്ലെങ്കിൽ ഒരു പക്ഷേ അവരുടെ ജീവന് തന്നെ ഭീഷണിയാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം ഒക്കെ നിലനിൽക്കുന്നതും നിരന്തരം നമ്മൾ മാധ്യമങ്ങളടക്കം ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ഹണി ഇത് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് ഏറെ പ്രസക്തം. നമുക്കറിയാം, രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സമകാലിക സമയത്ത് ഹണി റോസ് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു അല്ലെങ്കിൽ പ്രസക്തമാകുന്നു എന്നുള്ളത് കഴിഞ്ഞ മാസങ്ങളിലടക്കം ഹണി റോസ് കടന്നുപോയിട്ടുള്ള ഒരുപാട് വിവാദപരമായ സംഭവങ്ങളുണ്ട്. തൻ്റെ സ്ത്രീ ശരീരം അത് എങ്ങനെ കാത്തു സൂക്ഷിക്കണം അല്ലെങ്കിൽ കൊണ്ടു നടക്കണം എന്നുള്ളത് സമൂഹത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് അല്ല, അല്ലെങ്കിൽ സമൂഹം പറയുന്നത് പോലെ അല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുപാട് അവഹേളനങ്ങൾ സമൂഹത്തിൽ നേരിടേണ്ടി വന്ന, അതോടൊപ്പം തന്നെ വളരെ പ്രമുഖനായ ഒരു വ്യവസായിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടായ ഒരു വ്യക്തിത്വം കൂടിയാണ് ഹണി. ഹണി തന്നെ ആ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് അന്ന് രംഗത്ത് വന്നപ്പോൾ പറഞ്ഞതാണ്, ഞാൻ ഒരുപാട് കാലം മിണ്ടാതിരുന്നതാണ്, പക്ഷേ തീരെ നിവർത്തിയില്ല കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ മിണ്ടേണ്ടി വന്നത് എന്നുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ആ ഒരു വിവാദങ്ങളിലൂടെ ഒക്കെ കടന്നു വരുമ്പോൾ കുറച്ചുകൂടി ശക്തിയായ ഹണി റോസിനെ നമ്മളിവിടെ കാണുന്നു, ഈ കാലഘട്ടത്തിൽ കാണുന്നു എന്നതുകൂടി പറയണം. താൻ അനുഭവിച്ച അല്ലെങ്കിൽ തൻ്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ അനുഭവിക്കുന്ന അനീതികൾക്കെതിരെ ഇനി മിണ്ടാതിരിക്കില്ല, തുറന്നു തന്നെ സംസാരിക്കാം, അതുതന്നെയാണ് തൻ്റെ തീരുമാനം എന്നുള്ളത് കൂടി ഉറച്ചു പറയുകയാണ് ഈ അഭിമുഖത്തിലൂടെ ഹണി റോസ് എന്ന് നമുക്ക് വായിച്ചെടുക്കാം. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ഹണി റോസ് തുറന്നു പറയുന്നു, സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ച് സത്യമാണ്, അനുഭവം തനിക്കുമുണ്ട് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നടി രംഗത്ത് വരുന്നതാണ് പ്രസക്തമാകുന്നത്. ആര്യ ആർ ദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.